ആഗ്രഹങ്ങൾക്ക് ശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മണ്ണിലേക്ക് ഞങ്ങളും യാത്ര തിരിച്ചു. പാലക്കാട് നിന്ന് നേരെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് അമൃത എക്സ്പ്രസ് കയറി ഒരു യാത്ര. വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു പത്മനാഭനെ കാണാൻ. ഒന്നും നോക്കിയില്ല, നേരെ പത്മനാഭൻ്റെ മണ്ണിലേക്ക് പോയി. പത്മനാഭനെയും കണ്ട് പഴവങ്ങാടി ഗണപതിയും തൊഴുത് അഴിമലയിലും പൂവാർ ഐലൻഡും കോവളം ബീച്ചും എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വന്നു കേട്ടോ. മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ആരാന്നറിയാത്ത ഏതോ ആ നാട്ടുകാരൻ ഞങ്ങളോട് കഥയെല്ലാം പറഞ്ഞ് നിലവറകളും കാണിച്ച് ഭഗവാനെയും കാണിച്ച് വിശ്വരൂപം കണ്ട് ഒരുപാട് സന്തോഷത്തിൽ ഞങ്ങൾ ആ യാത്ര തുടർന്നു. അഴിമലയിലെ ശിവനെയും പഴവങ്ങാടി ഗണപതിയും കണ്ട് മനസ്സ് നിറഞ്ഞു. നേരെ പൂവാർ ഐലൻഡ് പോയി മാംഗ്രൂവിലൂടെ ഒരു ബോട്ട് യാത്ര. അതും വളരെ നല്ല അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു സുഖം തന്നു. മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകിയ യാത്ര. അതെല്ലാം ചുറ്റിക്കണ്ട് വൈകുന്നേരമായപ്പോൾ തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മോളായ ലുലുവിലേക്ക് പോയി. അങ്ങനെ ആ ദിവസം വൈൻഡ് ചെയ്ത് നേരെ പിറ്റേന്ന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വർക്കലയ്ക്ക് ലോക്കൽ ട്രെയിൻ കയറി സ്കൈലാർ ബീച്ച് വ്യൂ റിസോർട്ടിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. ഇടയ്ക്കൊക്കെ മനസ്സിന് സന്തോഷവും സമാധാനവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് നല്ലതാണല്ലോ. അങ്ങനെ ഒരു റിസോർട്ടായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ അവിടുത്തെ ബീച്ചിലൊക്കെ പോയി നല്ലൊരു അറ്റ്മോസ്ഫിയറിന് ശേഷം നമ്മൾ നേരെ ക്ലിഫിലേക്ക് പോയി. നോർത്ത് ക്ലിഫ്, വർക്കല നോർത്ത് ക്ലിഫിൽ എന്തൊക്കെയാണെന്നൊക്കെ കണ്ട് തിരിച്ച് ശാന്തമായി നമ്മൾ തിരിച്ച് റിസോർട്ടിൽ വന്ന് ഭക്ഷണവും കഴിച്ച് അന്നത്തെ ദിവസം വൈൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ മസാജും ഒക്കെ ചെയ്ത് മനസ്സിനും ശരീരത്തിനും ആ ഉദ്ദേശിച്ച സന്തോഷവും കുളിർമയും കിട്ടി ഞങ്ങൾ ആ യാത്ര വൈൻഡ് ചെയ്തു. അങ്ങനെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷിച്ച് ഞങ്ങളുടെ കൂടെ നിങ്ങളും ഇനി മുന്നോട്ട് ഓടിക്കോളൂ കേട്ടോ.